ജോർജിയ സീരീസിൻ്റെ ഇതുവരെയുള്ള വീഡിയോകളിൽ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു. അതുപോലെ കുട്ടൈസിലെ കുറച്ച് കാഴ്ചകൾ കണ്ടിട്ടുണ്ടായിരുന്നു, തിബിലിസിയിലെയും കുറച്ച് കാഴ്ചകൾ കണ്ടിട്ടുണ്ടായിരുന്നു. ഇന്നത്തെ നമ്മുടെ യാത്ര കസ്ബെഗിയിലേക്കാണ്. ജോർജിയയിലേക്ക് ഒരു ഷോർട്ട് ട്രിപ്പ് വരുവാണെങ്കിൽ ഏത് സ്ഥലമാണ് മസ്റ്റ് വിസിറ്റ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കണ്ണും പൂട്ടി പറയാൻ പറ്റുന്ന സ്ഥലമാണ് കസ്ബെഗി. കാസ്ബെഗിയിലേക്ക് പോകുന്ന വഴിക്ക് തന്നെയാണ് അനനൂരി ഫോർട്രസ്, ഗുദാവൂരി, പിന്നെ ജിൻവാലി റിസർവോയർ ഇതൊക്കെ വരുന്നത്. തിബിലിസിയിൽ സെക്കൻഡ് ഡേ നമ്മൾ സ്റ്റേ ചെയ്തിട്ടുണ്ടായിരുന്നത് ഗാർഡൻ ബുട്ടിക് ഹോട്ടലിലായിരുന്നു. അപ്പോൾ നമുക്ക് 8 മണിയാണ് ബ്രേക്ക്ഫാസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ ഉടനെ പുറപ്പെടാനായിരുന്നു നമ്മുടെ പ്ലാൻ. പക്ഷേ നമ്മൾ 8 മണിക്ക് വരുമ്പോഴത്തേക്കും ഗ്രൂപ്പുകാർക്കൊക്കെ മുന്നേ തന്നെ അവർ സെർവ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഫുഡിൽ ചെറിയ ഷോർട്ടേജ് പോലൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ തലേ ദിവസം തന്നെ റിസപ്ഷനിൽ ചോദിച്ചു വെച്ചിട്ട് അതനുസരിച്ച് നമുക്ക് ഏർലി പുറപ്പെടുകയും ചെയ്യാം. നമുക്ക് കുട്ടൈസിന്ന് തിബിലിസിന്ന് കസ്ബെഗിയിലേക്ക് 3.5 മണിക്കൂറാണ് ടോട്ടൽ ഡിസ്റ്റൻസ് വരുന്നത്. അതിലൊരു 1.5 മണിക്കൂർ എത്തുമ്പോഴേക്കും നമുക്ക് അനനൂരി ഫോർട്രസ്, പിന്നെ ഈ ജിനുവാലി വാട്ടർ റിസർവോയർ അതൊക്കെ കാണാൻ പറ്റും. പിന്നെ സെൽഫ് ഡ്രൈവ് ചെയ്ത് പോകുന്നവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റോഡിൽ ഒരു ട്രാക്ക് യെല്ലോ ലൈൻ ഇട്ടിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ആ ഒരു ട്രാക്കിൽ ബസ്സും ടാക്സികളും മാത്രമാണ് അലൗഡ് ആയിട്ടുള്ളത്. നമുക്ക് പോവുകയാണെങ്കിൽ അത് ഫൈൻ ഉണ്ടാവും. അതിപ്പോൾ ഞങ്ങൾ റെൻറ്റേ കാർ എടുക്കുന്ന സമയത്ത് തന്നെ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാറ് റിട്ടേൺ ചെയ്യുന്ന സമയത്ത് ഈ ഫൈനൊക്കെ അവർ ഓൺലൈൻ ചെക്ക് ചെയ്തിട്ട് നമ്മൾ എന്തെങ്കിലും ഫൈൻ ഉണ്ടെങ്കിൽ അതും അപ്പോൾ പേ ചെയ്യേണ്ടി വരും. അപ്പോൾ നമ്മൾ ഈ ഒരു റൂട്ട് പോകുന്ന സമയത്ത് ആദ്യം കുറേ ദൂരം അത്യാവശ്യം കച്ചവടക്കാരും കടകളൊക്കെ ഉണ്ടായിരുന്ന ഒരു ഏരിയയാണ്. ഇൻ ബിറ്റ്വീൻ ഞങ്ങൾ വൈൻ വില്ലേജ് എന്ന് പറഞ്ഞിട്ട് ഒരു ലെഫ്റ്റിലേക്ക് ഒരു റൂട്ട് ഉള്ളിലേക്ക് കണ്ടിട്ട് ഇങ്ങനെ ഒരു കുഞ്ഞു റോഡിലൂടെ പോയിട്ടുണ്ടായിരുന്നു. അത് അത്യാവശ്യം ഒരു ഗ്രാമത്തിലൂടെയൊക്കെ പോകുന്ന പോലെ അധികം അങ്ങനെ ആൾക്കാരൊന്നും ഇല്ലാത്ത ഒരു ഏരിയയാണ്. ഇടയ്ക്ക് ചില ഹോട്ടലുകളൊക്കെ കണ്ടു, അവിടെ മാത്രം തന്നെ അത്യാവശ്യം വണ്ടികൾ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. നമുക്ക് ആ ഒരു ഫൈൻ വില്ലേജ് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. എന്നാലും നമുക്ക് ഏത് സമയത്ത് വേണമെങ്കിലും നമുക്ക് അനനൂരി ഫോർട്രസ് ആയിരുന്നു നമ്മുടെ നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ. അത് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മെയിൻ റോഡിലേക്ക് വരുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മൾ എന്തായാലും പോയതല്ലേ, അപ്പോൾ ആ ഒരു സ്ഥലങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടത് കാരണം ഞങ്ങൾ അതിൻ്റെ ഉള്ളിലൂടെയൊക്കെ കുറച്ച് എക്സ്ട്രാ ഡ്രൈവ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. ഡ്രൈവ് ചെയ്തിട്ടായിരുന്നു പിന്നെയും ഞങ്ങൾ ഈ ഒരു മെയിൻ റോഡിലേക്ക് കടന്നിട്ടുണ്ടായിരുന്നത്. ഇവിടം തൊട്ടൊക്കെ പിന്നെ ഒന്നും പറയാനില്ല, അത്രയ്ക്കും ഭംഗിയുള്ള ഒരു ഏരിയയാണ്. മൊത്തത്തിൽ ഇങ്ങനെ മലനിരകളും അതുപോലെ പച്ചപ്പും ഒക്കെ ആയിട്ട് ശരിക്കും സെപ്റ്റംബർ വരെ പോകുന്നവർക്കാണ് ഈ ഒരു പച്ചപ്പ് ആസ്വദിക്കാൻ പറ്റുന്നുണ്ടാകുക. പിന്നെ ഒക്ടോബർ മിഡോടുകൂടി തന്നെ ഓട്ടം സീസൺ സ്റ്റാർട്ട് ചെയ്യും. അപ്പോഴത്തേക്കും ഈ ഗ്രീൻ ഫുള്ള് വേറൊരു കളറിലായിരിക്കും കാണുന്നുണ്ടാവുക. അത് കഴിയുമ്പോഴത്തേക്കും പിന്നെ വിൻ്ററും സ്റ്റാർട്ട് ചെയ്യും. ഞങ്ങൾ കറക്റ്റ് ആ ഒരു സെപ്റ്റംബറിലായിരുന്നു ട്രാവൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം ആ ഒരു ചൂടൊക്കെ മാറുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു വിൻ്ററിൻ്റെ ഒരു ചെറിയ രീതിയിലുള്ള ഒരു തണുപ്പും ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. കസ്ബെഗിയിൽ പിന്നെ പറയാനില്ല, കസ്ബെഗിയിൽ എപ്പോഴും നല്ല ക്ലൈമറ്റാണ്, നല്ല തണുപ്പും മഞ്ഞൊക്കെ ആയിട്ടുള്ള ഒരു ക്ലൈമറ്റ് ആയിരുന്നു. ഇവിടെ മുതലാണ് ജിൻവാലി റിസർവോയർ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വ്യൂ ആണ്. നമ്മളിങ്ങനെ ഡ്രൈവ് ചെയ്ത് പോകുമ്പോൾ തന്നെ നമുക്ക് റൈറ്റ് സൈഡിൽ കാണാം. പിന്നെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഒത്തിരി വ്യൂ പോയിന്റുകളുണ്ട്. അവിടെയൊക്കെ നമുക്ക് ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടൊക്കെയുള്ള ഡെക്കറേഷൻ കാര്യങ്ങൾ അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇവിടുത്തെ ഇങ്ങനെ സ്പെഷ്യൽ ഫോട്ടോസൊക്കെ എടുക്കുകയാണെങ്കിൽ മാത്രം ചാർജ് ഉണ്ടാവും. അതായത് ഈ ഊഞ്ഞാലിൽ ഇരുന്നിട്ട് അങ്ങനെയൊക്കെ എടുക്കുകയാണെങ്കിൽ മാത്രമേ ചാർജ് ഉള്ളൂ. ഇല്ലെങ്കിൽ നമുക്ക് അവിടെ ഇറങ്ങിയിട്ട് അത്യാവശ്യം ഫോട്ടോസൊക്കെ എടുക്കാം. ഒരുപാട് സ്ഥലങ്ങളുണ്ട് ഇടയ്ക്കിടയ്ക്ക് ഉള്ളത് കാരണം നമുക്ക് ഏതെങ്കിലും 1-2 ഇടത്തൊക്കെ ഇറങ്ങാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ഇവിടെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഇത് അത്യാവശ്യം നല്ല ഭംഗിയുള്ള ഒരു വ്യൂ പോയിന്റ് ആണ്. വേണമെങ്കിൽ നമുക്ക് ആ കുതിരപ്പുറത്തൊക്കെ കയറി ഇരുന്നിട്ടൊക്കെ ഫോട്ടോസൊക്കെ എടുക്കാം. എന്തായാലും നമ്മൾ തൽക്കാലം കുതിരപ്പുറത്തൊന്നും കയറിയിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ അധികം അങ്ങനെ ഇവിടെ ടൈം സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. 1-2 ഫോട്ടോസൊക്കെ എടുത്തിട്ട് വേഗം തന്നെ പോയിട്ടുണ്ടായിരുന്നു. ഇടയ്ക്ക് ഇങ്ങനെ കുറേ കടകളൊക്കെ കാണുന്നുണ്ടായിരുന്നു. ആ ഒരു ഫറൊക്കെ വെച്ചിട്ടുള്ള ഒരു തരം തൊപ്പി, പിന്നെ ജാക്കറ്റ്, അങ്ങനെയുള്ള കാര്യങ്ങൾ ഒക്കെ കാണുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മളിവിടെ ഒന്നും നിർത്തിയിട്ടുണ്ടായിരുന്നില്ല. ഇനിയിപ്പോൾ നമുക്ക് അടുത്ത് പോകേണ്ടത് അനനൂരി ഫോർട്രസ് ആണ്. അതിവിടെ അടുത്ത് തന്നെയാണ്, അധികം ഡിസ്റ്റൻസ് ഒന്നുമില്ല. പിന്നെ ഇടയ്ക്ക് ഹോട്ടലുകളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ വേണമെങ്കിൽ ഇപ്പോൾ തിബിലിസിയിൽ സ്റ്റേ ചെയ്യേണ്ടെന്നുള്ളവർക്ക് ഇങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ സ്റ്റേ ചെയ്തിട്ട് കുറച്ചുകൂടി കസ്ബെഗിക്ക് അടുത്താവും. അപ്പോഴത്തേക്കും ഇവിടുന്ന് പിന്നെ ഒരു 2 മണിക്കൂർ തന്നെ മാക്സിമം ട്രാവൽ ചെയ്യാനുണ്ടാവുള്ളൂ. അപ്പോൾ നമ്മൾ അനനൂരി ഫോർട്രസിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ പാർക്കിങ്ങിന് ചാർജ് വരുന്നുണ്ട്. കാറിന് 3 ലാറിയാണ് വരുന്നുള്ളത്. പിന്നെ വാനിനൊക്കെ ആണെങ്കിൽ 5 ലാറി, ബസ്സിന് 10 ലാറി അങ്ങനെയാണ് വരുന്നത്. ഈ പാർക്കിങ്ങിൻ്റെ ഭാഗത്തായിട്ട് കുതിരസവാരിയൊക്കെ കാണുന്നുണ്ട്. അതൊക്കെ വേണമെന്നുള്ളവർക്ക് അത് ട്രൈ ചെയ്യാം. ഇത് ശരിക്കും ഒരു കോംപ്ലക്സ് ആയിട്ടാണ് വരുന്നത്. ഈ ഒരു കോംപ്ലക്സിനുള്ളിൽ 2 ചർച്ചാണ് വരുന്നത്. ഇപ്പം നമുക്ക് നേരെ നോക്കുമ്പം ആ വെള്ളം കാണുന്ന ഭാഗത്തൊക്കെ ബോട്ടിങ്, പിന്നെ എൻ്റർടൈൻമെൻറ്റ് ആക്ടിവിറ്റീസ് ഒക്കെ നടക്കുന്നുണ്ടാവും. അപ്പം ഈ ഒരു കോംപ്ലക്സിനുള്ളിലേക്ക് കയറേണ്ട, താഴേക്ക് നേരിട്ട് പോകണമെന്നുള്ളവർക്ക് ഇതിന് പാരലായിട്ട് ഒരു റോഡുണ്ട്, അവിടേക്ക് പോവാം. നമ്മളിപ്പം മുകളിലെ പാർക്കിങ്ങിലിട്ടിട്ട് ഈ ഒരു സ്റ്റെപ്പ് ഇറങ്ങിയിട്ട് താഴെ പോയി ഈ ഒരു കോംപ്ലക്സിനുള്ളിലേക്ക് കയറിയതിന് ശേഷമാണ് താഴേക്ക് പോയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഡ്രസ് കോഡ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടുത്തെ ഒട്ടുമിക്ക ചർച്ചുകളിലും ഉള്ളത് തന്നെയാണത്. നമുക്കിപ്പം ഷോർട്സ് ഒക്കെ ഇടുവാണെങ്കിൽ ഒരു സ്കാർഫ് അങ്ങനെ കൊണ്ട് നമ്മൾ ലുങ്കി കൊടുക്കുന്ന പോലെ ഒന്ന് കവർ ചെയ്തിട്ട് കയറിയാൽ മതിയാവും.
ജോർജിയൻ ഹിസ്റ്ററിയിൽ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കോട്ടയാണത്. ഇതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ ചെല്ലുമ്പോൾ നമുക്ക് ഈ ചർച്ചുകൾ കാണാം, പിന്നെ ഈ ഒരു കോട്ട കാണാം, പിന്നെ വളരെ പ്രാധാന്യമുള്ള ഒരു ടണലും ഇവിടെ നമുക്ക് കാണാൻ പറ്റും. മുമ്പ് 17-ാം നൂറ്റാണ്ടിൽ യുദ്ധം നടക്കുന്ന സമയത്ത് ആൾക്കാരൊക്കെ ഒളിച്ചിരുന്നിരുന്ന ഒരു കോട്ടയാണിത്. അപ്പോൾ ഇവിടെ ഒരു സീക്രട്ട് ടണലുണ്ട്. ഈ കാണുന്ന ഈ ടണൽ വഴി ഇപ്പം ഒളിച്ചിരിക്കുന്ന ആൾക്കാർക്കൊക്കെ ഇതിൻ്റെ അണ്ടർഗ്രൗണ്ട് വഴി ഈ ഒരു നദിയിലേക്ക് പോകാനും പിന്നെ അവിടെ നിന്ന് വേണമെങ്കിൽ ഈ ഫോറസ്റ്റിലേക്ക് പോയിട്ട് ഒളിക്കാനും ഒക്കെയുള്ള സൗകര്യം ഉണ്ടായിരുന്നു. മുമ്പ് ഈ ടണൽ വിസിറ്റേഴ്സിനൊക്കെ ഓപ്പൺ ആയിട്ടുണ്ടായിരുന്നു, പക്ഷേ ഇപ്പോഴൊക്കെ കംപ്ലീറ്റ് ആയിട്ടും ക്ലോസ് ചെയ്തിരിക്കുവാണ്. അതുപോലെ ഇതിൻ്റെ മുന്നിൽ കാണുന്ന ഈ ഒരു ടവറും ഒക്കെ അവിടെ ഇങ്ങനെ ഗേറ്റ് കൊണ്ട് കവർ ചെയ്തിരിക്കുവാണ്. നമ്മൾ പിന്നിലേക്ക് ചെല്ലുമ്പോഴാണ് ആ ഒരു കോട്ട കാണുന്നത്. അത്യാവശ്യം പഴക്കമുള്ള കോട്ടയാണ്. മുമ്പൊക്കെ ഈ കോട്ടയുടെ ഉള്ളിലേക്ക് കയറിയിട്ട് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ ഏറ്റവും മുകളിലേക്ക് പോകാനുള്ള സ്റ്റെപ്പുകളുണ്ട്. അപ്പോൾ അവിടേക്ക് പോയിട്ട് അവിടെ നിന്ന് പുറത്തേക്കുള്ള പിക്ചർ എടുക്കാനും മറ്റുമൊക്കെയുള്ള സൗകര്യങ്ങളുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അതൊക്കെ റെസ്ട്രിക്റ്റഡ് ആണ്. അത്യാവശ്യം നല്ല പഴക്കമുള്ളത് കൊണ്ട് തന്നെ ഈ ഒരു ഗ്രൗണ്ട് ഫ്ലോറിൽ മാത്രമാണ് ഇപ്പം ആൾക്കാർക്ക് കയറാൻ പറ്റുന്നത്. അത് ആൾക്കാർ അത്യാവശ്യം ഇങ്ങനെ ആ ഒരു ചെറിയ ചെറിയ പാത്തുകളാണ് കൊടുത്തിരിക്കുന്നത്, അതുവഴി മുകളിലേക്കൊക്കെ കയറി പോകുന്നുണ്ട്. ഇതാണ് ആ ഒരു ടവറിൻ്റെ ഉൾഭാഗം വരുന്നത്. അത്യാവശ്യം നന്നായിട്ട് തന്നെ ഇടിഞ്ഞു പൊളിഞ്ഞ പോലെയൊക്കെ കിടപ്പുണ്ട്. ഇനി നമുക്ക് ചർച്ചിൻ്റെ ഉൾഭാഗം കൂടി ഒന്ന് കണ്ടിട്ട് വരാം. ഇപ്പോൾ ഈ ഒരു പോയിന്റിൽ നിന്ന് നോക്കുകയാണെങ്കിൽ ആ ചർച്ചിൻ്റെ ബാക്ക്ഗ്രൗണ്ടൊക്കെ കാണാൻ നല്ല ഭംഗിയാണ്. അപ്പോൾ മുമ്പൊക്കെ ഈ കാണുന്ന ഈ റൈറ്റ് സൈഡിൽ കാണുന്ന ഈ പുൽത്തകിടിയുടെ മേള് വരെയൊക്കെ ആക്സസ് ഉണ്ടായിരുന്നു അവിടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുക്കുന്നതിന് വേണ്ടിയിട്ട്. ഇപ്പോൾ അതൊക്കെ കംപ്ലീറ്റ് ആയിട്ടും റെസ്ട്രിക്റ്റഡ് ഏരിയ ആക്കി വെച്ചിരിക്കുവാണ്. ഇതാണ് ചർച്ചിൻ്റെ ഉൾഭാഗം. അകത്തേക്ക് കയറുമ്പോൾ തന്നെ സ്കാർഫ് കയ്യിലില്ലാത്തവർക്കൊക്കെ ഇവിടെ തന്നെ സ്കാർഫ് വെച്ചിട്ടുണ്ട്. അത് നമുക്കെടുത്ത് യൂസ് ചെയ്യാവുന്നതാണ്. തിരിച്ചു പോകുമ്പോൾ നമ്മൾ അതിലേക്ക് റിട്ടേൺ ഇട്ടാൽ മതിയാവും. ഇനി ഇവിടെ നിന്ന് നമുക്ക് നേരെ താഴെ ആ ഒരു ബോട്ടിങ്ങിൻ്റെയൊക്കെ ഏരിയ ഉണ്ട്, അവിടേക്കാണ് പോകുന്നത്. താഴേക്ക് പോകുമ്പോൾ കാണുന്ന നദിയുടെ പേരാണ് അരഗ്വി. നമ്മുടെ ആ ഒരു പ്രൊനൗൺസിയേഷൻ ഇച്ചിരി ബുദ്ധിമുട്ടായിട്ടുള്ള ചില പേരുകളൊക്കെയാണ് ഇവിടുത്തേത്. ഇവിടെ താഴേക്ക് എത്തുമ്പം കുറേ ഷോപ്പുകളൊക്കെ ഉണ്ട്. അത്യാവശ്യം ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻസിലൊക്കെ ഉള്ള പോലെ തന്നെ നമുക്ക് സുവനീർ കാര്യങ്ങളൊക്കെ വാങ്ങാൻ പറ്റുന്ന കുറച്ച് ഷോപ്പുകളുണ്ട്. പിന്നെ ഒരു പാർക്ക് ഏരിയ വരുന്നുണ്ട്, പിന്നെ ബോട്ടിംഗ് ഏരിയയും വരുന്നുണ്ട്. കാണാൻ നല്ല ഭംഗിയുള്ള വ്യൂ ആണ്. ഇവിടെ 2 തരം ബോട്ടുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത്. വലിയ ബോട്ടും ഉണ്ട്, ചെറിയ ബോട്ടും ഉണ്ട്. ചെറിയ ബോട്ടിലാണെങ്കിൽ നമുക്ക് ഹാഫ് ആൻ അവർ ആണ് ഡ്യൂറേഷൻ വരുന്നത്. 150 ലാറിയാണ് ചാർജ് വരുന്നുണ്ടായിരുന്നത്. വലിയ ബോട്ടിലാകുമ്പോൾ നമുക്ക് 40 മിനിറ്റ്സ് ഡ്യൂറേഷൻ കിട്ടും. 220 ആണ് റേറ്റ് വരുന്നത്. ആൾക്കാരൊക്കെ കൂടുതലുണ്ടെങ്കിൽ നമുക്ക് വലിയ ബോട്ട് എടുക്കുന്നതായിരിക്കും നല്ലത്. ഇവിടെ നിന്നാണ് ബോട്ടിങ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മൾ ബോട്ടിങ് ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇവിടെ നിന്ന് മുകളിലേക്ക് നോക്കുമ്പോൾ നമ്മൾ കണ്ടിരുന്ന ആ ചർച്ചൊക്കെ നമുക്ക് നന്നായിട്ട് കാണാം. ഒരു പ്രത്യേക വ്യൂ ആണ് ഇവിടെ നിന്ന് കാണുന്നത്. നല്ല ഭംഗിയുള്ള ഒരു ഏരിയ ആണ്. അപ്പോൾ നമ്മൾ കുറച്ച് സമയമൊക്കെ ഇവിടെ സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവിടെ അത്യാവശ്യം സ്നാക്സ് കഴിക്കാനുള്ള കുറച്ച് കടകൾ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഈ സുവനീർ ഷോപ്പിലൊക്കെ ഒന്ന് കയറിയിട്ട് നമ്മളിവിടെ നിന്ന് യാത്ര കണ്ടിന്യൂ ചെയ്യാനുണ്ടായത്. ജോർജിയയിൽ എത്തിയിട്ടും ഇവിടുത്തെ അത്യാവശ്യം ട്രഡീഷണൽ ആയിട്ടുള്ള ഫുഡൊന്നും നമ്മൾ ഇതുവരെ ട്രൈ ചെയ്തിട്ടുണ്ടായില്ല. അതിൽ മെയിൻ ഐറ്റമാണ് കച്ചാപ്പൂരിയൊക്കെ. അപ്പം ഇവിടുന്ന് നമുക്ക് പോകുന്ന വഴിക്ക് അങ്ങനെ കുറച്ച് ഷോപ്പുകളൊക്കെ അവൈലബിൾ ആയിരുന്നു. അപ്പോൾ അതൊക്കെ നമ്മൾ ഇനിയിപ്പോൾ ട്രൈ ചെയ്യാൻ പോകുന്നുള്ളൂ. പിന്നെ ഇവിടെ എല്ലായിടത്തും നമ്മൾ ഇതുപോലെ വലിയ വലിയ ഡോഗുകളാണ് ഒക്കെ കാണാറുണ്ട്. നമ്മൾ അധികം അതിനൊന്നും മൈൻഡ് ചെയ്യാണ്ടിരുന്നാൽ മതി. ഉപദ്രവമൊന്നും ഇല്ല, എന്നാലും നമ്മളൊന്ന് സൂക്ഷിക്കുന്നത് നല്ലതാണ്. പിന്നെ റീസെൻ്റ് ആയിട്ട് 1-2 പേര് കമൻറ്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ എയർപോർട്ടിൽ കാണിക്കുന്നതിന് വേണ്ടിയിട്ട് എത്ര ഡോളറാണ് കയ്യിൽ കരുതേണ്ടതെന്ന്. ഞങ്ങൾ ലാസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ ആ ഒരു സമയത്തായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഞങ്ങൾ പോയ സമയത്ത് ഞങ്ങളടുത്ത് 2 എയർപോർട്ടിലും അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് അങ്ങനെ ഒരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതുകൂടി എല്ലാവരും ഒന്ന് കൃത്യമായിട്ട് അന്വേഷിച്ചിട്ട് പോകുന്നത് നന്നായിരിക്കും. അപ്പോൾ ഇനിയുള്ള വീഡിയോകളിൽ നമുക്ക് അതിമനോഹരമായ ഗുദൗരി കസ്ബഗി കാഴ്ചകളൊക്കെ ആയിട്ട് കാണാം. നാട്ടിലാണെങ്കിൽ എപ്പം ഞങ്ങൾ മീൻ പിടിക്കാൻ ഇറങ്ങിയെന്ന് ചോദിച്ചാൽ മതി.